ಸಂಗೀತ ಕ್ಷೇತ್ರದಲ್ಲಿ ತನ್ನದೇ ಆದ ಛಾಪು ಮೂಡಿಸಿದವರು ವಿ ದಕ್ಷಿಣಾಮೂರ್ತಿ. ಮಲಯಾಳಂ ಚಿತ್ರರಂಗದಲ್ಲಿ ಅಭಿಮಾನಿಗಳಿಗೆ ಹೊಸ ಶೈಲಿಯ ಹಾಡುಗಳ ಮೂಲಕ ರಸದೌತಣ ನೀಡಿದವರು ಈ ದಕ್ಷಿಣಾಮೂರ್ತಿ. ಆಂಜನೇಯನ ಪರಮ ಭಕ್ತರಾದ ಇವರಿಗೆ ಕಣ್ಣೂರು ಜಿಲ್ಲೆಯ ಪೆರ್ಲಶ್ಶೇರಿಯ ಸುಬ್ರಹ್ಮಣ್ಯ ಕ್ಷೇತ್ರ ಬಹಳಷ್ಟು ಅಚ್ಚುಮೆಚ್ಚು. അനുവാദ പരിസ്ഥിതിയാണ് മക്കളേരി അമ്പലം. ദക്ഷിണാമൂർത്തി സ്വാമി വരുമ്പോൾ ഈ മുറ്റം ഇതൊക്കെ കാട് കെട്ടി കിടക്കുന്നതായിരുന്നു. കാരണം ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുപോലെ സ്വാമി വന്നതിന് ശേഷം 2001 സംഗീതാരാധന തുടങ്ങി. അതിനുശേഷം ഇത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. 2000 ಇಸವಿಯಲ್ಲಿ ದಕ್ಷಿಣಾಮೂರ್ತಿಯವರು ಮಕ್ರೇರಿ ಸುಬ್ರಹ್ಮಣ್ಯ ಕ್ಷೇತ್ರಕ್ಕೆ ಭೇಟಿ ನೀಡಿದ್ದರು. ಜೀರ್ಣಾವಸ್ಥೆಗೆ ತಲುಪಿದ್ದ ಕ್ಷೇತ್ರವನ್ನು ಜೀರ್ಣೋದ್ಧಾರಗೊಳಿಸಲು ദക്ഷിണാമൂർത്തിಯವರ ಭೇಟಿ ಇನ್ನಿಲ್ಲದ സഹായ ಮಾಡಿತ್ತು. തൻ്റെ സംഗീതത്തിലൂടെ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ് സ്വാമി ആദ്യമായി ഒരു കാസറ്റ് എടുത്ത് നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ആദ്യത്തെ സംഭാവന എന്ന് പറയുന്നത്. അതിനുശേഷം സ്വാമിജി ഒരു സംഗീത ആരാധനായത്നം, ത്യാഗരാജ അഖണ്ഡ സംഗീത ആരാധനായത്നം എന്നൊരു പ്രോഗ്രാം 2001 ക്ഷേത്രത്തിൽ ആരംഭിച്ചു. അത് 23 വർഷം പൂർത്തിയായി 24ನೇ ವರ್ಷത്തിലേക്ക് ಕಡക്കുകയാണ്. 94ನೇ ಇಳಿ ವಯಸ್ಸಿನಲ್ಲಿ ದೇಹ ತ್ಯಾಗ ಮಾಡುವ ತನಕವೂ ಈ ಕ್ಷೇತ್ರಕ್ಕೆ ಭೇಟಿ ನೀಡುವುದನ್ನು ತಪ್ಪಿಸಿದವರಲ್ಲ ದಕ್ಷಿಣಾಮೂರ್ತಿ. ಜೀವಿತಾವಧಿಯಲ್ಲಿ ಸ್ವೀಕರಿಸಿದ ಪ್ರಶಸ್ತಿಗಳನ್ನು ಸಂರಕ್ಷಿಸಿಡಲು ಇದೇ ಕ್ಷೇತ್ರವನ್ನು ದಕ್ಷಿಣಾಮೂರ್ತಿಯವರು ಆಯ್ಕೆ ಮಾಡಿಕೊಂಡಿದ್ದರು. ಇಂದು ಅದು ദക്ഷിണാമൂർത്തി മെമൻറ്റോ മ്യൂസിയം ആಗಿ തല എത്തി ನಿಂತಿದೆ. തൻ്റെ എല്ലാം മക്രേരി ക്ഷേത്രത്തിന് സമർപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു സ്വാമിയുടേത്. സ്വാമി ആ രീതിയിൽ തന്നെ തനിക്ക് തൻ്റെ സംഗീത യാത്രയിൽ അല്ലെ സംഗീത ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ ഉപഹാരങ്ങളും ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. സ്വാമി വന്ന് ഈ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനയജ്ഞം തുടങ്ങിയതിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് തന്നെ പറയാം, ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ಸಂಗೀತದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ, ಸಂಗೀತಾಸಕ್ತರಿಗೆ ಪ್ರೇರಣೆಯಾಗುವಂತೆ ಪ್ರತಿಯೊಂದು ಪ್ರಶಸ್ತಿಗಳನ್ನು ಪ್ರದರ್ಶನಕ್ಕೆ ಇಡಲಾಗಿದೆ. ಅವರ ರಚನೆಗಳನ್ನು ಕೂಡ ಮುಂದಿನ ತಲೆಮಾರಿಗೆ ದಾಟುವಂತೆ ಬರೆದಿಡಲಾಗಿದೆ. ನೀವು ಎಂದಾದರೂ ಕಣ್ಣೂರಿಗೆ ಭೇಟಿ ಕೊಟ್ಟ ಸಂದರ್ಭದಲ್ಲಿ ಸುಬ್ರಹ್ಮಣ್ಯ ಸನ್ನಿಧಿಯಲ್ಲಿರುವ ಸರಸ್ವತಿ ಮಂಟಪಕ್ಕೆ ಭೇಟಿ ಕೊಡುವುದನ್ನು ಮರೆಯಬೇಡಿ.